നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം അഥവാ RSS അതിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളുടെ മുൻ DGP ആയിട്ടുള്ള ജേക്കബ് തോമസ് സാറ് സംഘത്തിൻ്റെ ഗണവേഷം അഥവാ RSSൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് പഥസഞ്ചലനം ചെയ്യാൻ തയ്യാറായി സംഘത്തിനോട്. അതുപോലെ തന്നെ RSSൻ്റെ പ്രചാരകനായി മുഴുവൻ സമയ പ്രചാരകനായി ഇറങ്ങാനും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഘം അത് സ്വീകരിച്ചിട്ടുമുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പല IPSകാരും IASകാരും കേരളത്തിലുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതിലൊക്കെ പ്രശസ്തരായ ആൾക്കാർ, ഇപ്പോൾ ജേക്കബ് തോമസ് സാറിനെ പോലെ തന്നെ TP സെൻകുമാർ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ശ്രീലേഖ IPS, അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്ന പല ആൾക്കാരും, ഉന്നതിയിൽ നിൽക്കുന്ന നല്ല ചുമതലകൾ വഹിച്ചുള്ള പല ആൾക്കാരും RSSലേക്ക് അടുക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ കുരു പൊട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ജേക്കബ് തോമസ് സാറ് കാക്കി അണിയുന്നു, അല്ലെങ്കിൽ കാവി അണിയുന്നു, അല്ലെങ്കിൽ കാക്കിക്കുള്ളിൽ നിന്നും ചാണകത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ ട്രോളുന്ന ആൾക്കാരുണ്ട്. ട്രോളും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അടിയിൽ നമ്മളൊരു പോസ്റ്റ് ചെയ്താൽ അതിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് ഭയങ്കര ചാണകക്കുഴിയിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നീയൊക്കെ കിടക്കുന്ന സത്യം പറഞ്ഞാൽ തീട്ടക്കുഴിയിലല്ലേ? ഇവിടുത്തെ തീട്ടക്കമ്മികളും അതുപോലെ തന്നെ ജിഹാദി ടീമുകളൊക്കെ കിടക്കുന്ന തീട്ടക്കുഴിയില്ല. നല്ലത് എന്താണോ, അതുപോലെ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ RSSൻ്റെ പാദത്തിൽ പിന്തുടരും. അത് സ്വാഭാവികം. അതൊക്കെ കണ്ടിട്ട് നിനക്കൊക്കെ കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. ഒന്നാലോചിക്കുക, ഭാരതത്തിൽ 2014 BJP അധികാരത്തിൽ കയറുന്നതിന് മുമ്പും പല ആളുകളും RSSൻ്റെ പ്രവർത്തനം ഇഷ്ടപ്പെട്ടിട്ട് സംഘത്തിലേക്ക് അടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഭരണം കിട്ടിയിട്ടൊന്നുമല്ല, ഭരണം കിട്ടിയിട്ട് അടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്ന പല ആൾക്കാരുണ്ട്. അതൊന്നുമല്ല. സംഘത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് KT തോമസ് സാർ, അദ്ദേഹം സേവാഭാരതി, സംഘത്തിൻ്റെ തന്നെ സേവാഭാരതി, ദേശീയ സേവാഭാരതിയുടെ രക്ഷാധികാരിയാണ്. അദ്ദേഹം ഈ 2014 BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് RSSന് ഭാരതത്തിൽ 4-ാം സ്ഥാനം കൊടുത്ത സംഘടന RSS. അദ്ദേഹം അത് അംഗീകരിച്ചു കഴിഞ്ഞു. കാര്യം അന്നൊന്നും ഈ പറയുന്ന പോലെ BJPക്ക് അധികാരം ഉണ്ടായിട്ടല്ല. ഇപ്പോൾ പലരും KT തോമസ് പറഞ്ഞത് അധികാരം ഉണ്ടായിട്ടാണ് അദ്ദേഹത്തെ ഗവർണറാക്കാനാണ്, അങ്ങനെ എന്താ പറയണ്ട, ഈ പദവികൾ ആഗ്രഹിച്ചിട്ടാണ് എന്തോന്ന്. ഒരു റിട്ടയർഡ് ജഡ്ജി, ഒരു ജസ്റ്റിസ് KT തോമസ്, അദ്ദേഹം പ്രശസ്തനായ ഒരാൾ. അങ്ങനെയുള്ള ആളുകൾ സംഘത്തിനോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ RSSനോട് അടുക്കുമ്പോൾ പലർക്കും അത് ദഹിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കമൻറ്റ് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. പൊതുവേ RSSകാരും BJPക്കാരൊന്നും വലിയ വില കൊടുക്കുന്നില്ല. പിന്നെ എന്നാലും എന്തെങ്കിലുമൊക്കെ മറുപടി തരണ്ടേ? അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മറുപടി തരികയും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. കാര്യം നീയൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും, RSS ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. 100-ാം വർഷമായിട്ട് പിളരാത്തൊരു സംഘടന ലോകത്ത് വേറെ ഏത് സംഘടനയുണ്ട്? എങ്ങുമില്ല. ഈ ഒരൊറ്റ സംഘടനയേ ഉള്ളൂ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ പ്രവർത്തന രീതി, ഇതിൻ്റെ ആശയം, ഇതിൻ്റെ എന്താ പറയണ്ടേ, സംഘം. അതാണ് സംഘം. അത് കൂടുതൽ അറിയണമെങ്കിൽ പുറത്ത് നിന്ന് കണ്ടിട്ട് അറിയാൻ പറ്റത്തില്ല ഒരിക്കലും. സംഘത്തിലേക്ക് വരണം. RSSലേക്ക് വന്നെങ്കിൽ മാത്രമേ എന്താണ് RSS എന്ന് മനസ്സിലാക്കാൻ പറ്റൂ, ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ സംഘത്തിൽ വന്ന് മനസ്സിലാക്കാം, ഒരു കൂടി കയറി പറ്റിയിട്ട് ഈ സംഘടനയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ചോർത്തിക്കൊണ്ട് പോകാം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഈ സംഘടനയെക്കുറിച്ച് രഹസ്യങ്ങൾ പുറത്തു വിടാമെന്ന് ആഗ്രഹിച്ച് വരുന്നവർ കാണും. ഒരുപാട് അങ്ങനെ പേര് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരുന്നവരൊക്കെ സംഘത്തിൻ്റെ പ്രവർത്തനം കണ്ട് സംഘത്തിലേക്ക് ആകർഷകരായി പ്രചാരകരായോ അല്ലെങ്കിൽ നല്ല പുതിയ വലിയ ചുമതലക്കാരാകത്തേ ഉള്ളൂ. കാര്യം അവരാരും പുറത്തു പോകത്തില്ല. അതാണ് സംഘം. അങ്ങനെയാണ് RSSൻ്റെ പ്രവർത്തനം. ഇഷ്ടപ്പെട്ട പോകത്തേ ഉള്ളൂ. സംഘത്തിലേക്ക് ഉള്ളിലേക്ക് വരുന്ന ആൾക്കാർ ആരായാലും ഇഷ്ടപ്പെട്ട പോകത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ വന്നാൽ പോലും സംഘത്തിൻ്റെ പ്രവർത്തനവും രീതികളോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം RSSകാരനകത്തതേ ഉള്ളൂ. ഓക്കെ, പിണറായി വിജയൻ വരണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.